കേരളത്തിലെത്തിയ ദേശീയപാത അതോറിറ്റി ചെയർമാനും സംഘവും ഇന്നും മടങ്ങും. സംസ്ഥാനത്തെ ദേശീയപാത പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനാണ് ചെയർമാൻ സന്തോഷ് കുമാർ യാദവും സംഘവും എത്തിയത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമാണ് സംഘം സന്ദർശനം നടത്തിയത്. ദേശീയപാത തകർന്ന മലപ്പുറത്ത് ഉൾപ്പെടെ എത്താതെയാണ് സംഘം മടങ്ങുന്നത്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ വടക്കൻ ജില്ലകളിലായിരുന്നു ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരം തകർച്ചകൾ ഉണ്ടായത്. അവിടെയൊക്കെ എത്താതെ NHAI ചെയർമാൻ മടങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പ്രകടമാകുന്ന ഒരു സാഹചര്യമുണ്ടോ പ്രതീഷ്? ഉന്മേഷ, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും വിമർശനങ്ങളും നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ദേശീയപാത അതോറിറ്റി ചെയർമാൻ കേരളത്തിൽ എത്തിയത്. ഇന്നലെയാണ് അദ്ദേഹം ഈ NHAI ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ നിലവിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ചീഫ് സെക്രട്ടറിയുമായും സന്തോഷ് കുമാർ യാദവും സംഘവും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിലവിൽ സംസ്ഥാനത്തുണ്ടായ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ ആശങ്ക ചീഫ് സെക്രട്ടറി ദേശീയപാത അതോറിറ്റി ചെയർമാനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രം സന്ദർശനം നടത്തിയാണ് അദ്ദേഹം ഇന്ന് മടങ്ങുന്നത്. പ്രധാനമായും ഈ പ്രശ്നമുള്ള മലപ്പുറം മേഖലകളിൽ ഒന്നും തന്നെ സന്ദർശനം നടത്തിയില്ല. അക്കാര്യത്തിൽ കേരളത്തിന് ഒരു അതൃപ്തിയും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യവും കേരളം അദ്ദേഹത്തെ അറിയിച്ചതായാണ് വിവരം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ദേശീയപാത നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നൊരു ഉറപ്പാണ് നിലവിൽ ദേശീയപാത അതോറിറ്റി ചെയർമാൻ ചീഫ് സെക്രട്ടറിക്ക് മുമ്പാകെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിലും സംസ്ഥാനത്തിന്റെ ഒരു ആശങ്ക അറിയിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നിർമ്മാണം തകർന്ന ഘട്ടങ്ങളിൽ എന്ത് കാര്യം ചെയ്യാം, എന്ത് ബദൽ മാർഗം നടത്താമെന്ന കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ ഒരു നിലപാട് കൂടി യോഗത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് ഇവിടെ നിന്ന് യാത്ര തിരിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും സംസ്ഥാനം നിലവിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള തകർച്ചയിൽ സംസ്ഥാനത്തിന്റെ ആശങ്ക ദേശീയപാത അതോറിറ്റി ചെയർമാനെ അറിയിച്ചിട്ടുണ്ട്. Yes. ഉന്മേഷം.